6 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ പിതാവ് ആത്മഹത്യ ചെയ്തു. മാവേലിക്കര നക്ഷത്ര കൊലക്കേസിലെ പ്രതി ശ്രീ മഹേഷ് ആണ് മരിച്ചത്. ശാസ്താംകോട്ടയിൽ വെച്ച് ട്രെയിൻ യാത്രക്കിടെ പുറത്തേക്ക് ചാടുകയായിരുന്നു. വിചാരണയ്ക്ക് ശേഷം ആലപ്പുഴയിലെ കോടതിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ട്രെയിനിൽ നിന്നും ചാടിയത്. മനീഷ് മഹിപാൽ ഒരിക്കൽ കൂടി ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. മനീഷ്, ഈ വാർത്ത, അതായത് ഈ നക്ഷത്ര കൊലക്കേസ്, അത് വലിയ വാർത്തയായതാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു, കേസായിരുന്നു. അതിൽ പ്രതിസ്ഥാനത്തുള്ള കുട്ടിയുടെ പിതാവാണ് ഇപ്പോൾ ജീവനൊടുക്കിയത്. എന്താണ് സംഭവിച്ചത്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 3:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ കോടതിയിൽ നിന്നും ട്രെയിൻ മാർഗം പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ശാസ്താംകോട്ടയിൽ വെച്ച് ജയിലിൽ നിന്നും ഓടുന്ന ട്രെയിനിൽ നിന്നും ഇയാൾ ചാടിയത്. ഈ സംഭവം ഉണ്ടായത് സ്വന്തം മകളെ കൊലപ്പെടുത്തിയത്, നക്ഷത്ര എന്ന 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ്. 2023 ജൂൺ മാസത്തിലാണ് സ്വന്തം മകളെ കോടാലി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. നേരത്തെ 2 വർഷങ്ങൾക്ക് മുൻപ് നക്ഷത്രയുടെ അമ്മ, അതായത് ശ്രീമഹേഷിന്റെ ഭാര്യ 2 വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ഭാര്യയുടെ മരണത്തിന് ശേഷം മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഇയാൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിന് മകൾ തടസ്സമാകുന്നു എന്ന കാരണത്താലായിരുന്നു മകളെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇത് ശ്രീമഹേഷിന്റെ അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഈ കുറ്റപത്രത്തിലുണ്ട്. കേസിൽ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഈ കേസിൽ വിചാരണ ആരംഭിക്കുന്നതിനിടെയാണ് നിലവിൽ ആലപ്പുഴ കോടതിയിൽ ഇയാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി പിന്നീട് ഇയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ഇയാളെ ആദ്യഘട്ടത്തിൽ കൊലപാതകം നടത്തി ഇയാളെ മാവേലിക്കര സ്പെഷ്യൽ കോടതിയിൽ കൊണ്ടുപോയ സമയത്ത് ഇയാൾ അവിടെ വെച്ചും കൈ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീടാണ് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതും വിചാരണ ആരംഭിച്ചതും. അതിനിടെയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.